ഡേഞ്ചർ ഓഫ് വൺ. നിങ്ങൾക്ക് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. ഉദാഹരണം, നിങ്ങൾക്ക് ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. കൊറോണ കാലഘട്ടത്തിൽ ചില ആൾക്കാർ മാസ്ക് ഉണ്ടാക്കി, എനിക്ക് കുറെ ആൾക്കാർ അറിയാം. അവരെ മാസ്ക് ഉണ്ടാക്കി ഭയങ്കര കാശുണ്ടാക്കി. ഒരു 6-7 മാസം അവർക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അവരെ ഒറ്റ പ്രൊഡക്റ്റ് മാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലര് ഹാൻഡ് വാഷൊക്കെ ഉണ്ടാക്കി. അവരെ ആ ഒറ്റ പ്രൊഡക്റ്റ് മാത്രം. ഹാൻഡ് വാഷ് ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഓർഡർ ഇങ്ങനെ വരുന്നു. ഭയങ്കര ആ ഒരു കാലഘട്ടം ഭയങ്കര ചിലവായിരുന്നു. ഒറ്റ പ്രൊഡക്റ്റ് മാത്രം അവർ കയ്യിൽ. എന്ത് സംഭവിച്ചു? കൊറോണ കഴിഞ്ഞു, അവരെ എല്ലാവരും അടച്ചുപൂട്ടി. നിങ്ങളുടെ കയ്യിൽ ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡേഞ്ചർ ഓഫ് ആണ്. നിങ്ങൾ അപകടത്തിലാണ്. ചില ആൾക്കാർ ഒറ്റ കസ്റ്റമർ ഉണ്ടാവും. ആ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യം ചെയ്യും. ആ കസ്റ്റമർ ആരാണ് അവന്റെ എല്ലാ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്. എങ്കിലും നിങ്ങൾ ഡേഞ്ചർ ഓഫ് ഉണ്ടാകും. ഒറ്റ കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ ബിസിനസ് ചെയ്യാൻ എങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. എങ്കിൽ നമ്മൾ ഡേഞ്ചർ ഓഫ് വരാം. അടുത്തൊരു കാര്യമാണ് നിങ്ങളെ സെയിൽസ് പേഴ്സൺ. നിങ്ങൾ ഒറ്റ സെയിൽസ് പേഴ്സൺ മാത്രം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ഒറ്റ ആളെ, ഒറ്റ കച്ചവടം ചെയ്യാൻ ഒറ്റ ആളെ, ഒരു സ്റ്റാഫിനെ, ഒരു സ്റ്റാഫിനെ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ ഓഫ് ഉണ്ടാകും. നിങ്ങൾ അപകടത്തിലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമറെ മാത്രം വെച്ചുകൊണ്ട് ഒരു സെയിൽസ് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട്. നിങ്ങൾ മാർക്കറ്റിംഗ് ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിക്കുന്നു. ഒറ്റ പ്ലാറ്റ്ഫോം, അതായത് നിങ്ങൾ ഫേസ്ബുക്ക് മാത്രമേ മാർക്കറ്റ് ചെയ്യൂ. വേറെ മാർക്കറ്റ് ചെയ്യും. വേറെ പരസ്യങ്ങളോ മറ്റൊന്നും കൊടുക്കില്ല. ഫേസ്ബുക്ക് വഴിയുള്ള ആൾ മാത്രം. ഇൻസ്റ്റയിലോ യൂട്യൂബോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. എങ്കിൽ നിങ്ങൾ ഡേഞ്ചർ ഓഫ് ഉണ്ടാകും. നിങ്ങൾ ഒറ്റ സ്ട്രാറ്റജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം എങ്കിൽ നിങ്ങൾ ഡേഞ്ചർ ഓഫ് ഉണ്ടാകും. ബിസിനസ്സിൽ ഒരൊറ്റ കാര്യങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകരുത്. ബിസിനസ്സിൽ ഗ്രോത്ത് ആണോ നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ ഡേഞ്ചർ ഓഫ് നിങ്ങൾ പിന്തുടരരുത്. നിങ്ങൾക്ക് 2-3 മാർഗങ്ങൾ ബിസിനസിന്റെ അകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും.